അല്ല ആരാണിത്? ജോസഫോ? എന്താ ജോസഫ് ഈ ബൈക്കൊക്കെ? ഞാനൊന്ന് ഗഫൂറിനെ കാണാൻ വന്നതാ. അല്ല ഞമ്മള് കാണാൻ മാത്രമൊന്നുമില്ലാന്ന്. നിങ്ങൾ കാര്യം പറ. എനിക്ക് അത്യാവശ്യമായിട്ട് 1000 ഉറുപ്പ്യ വേണം. പകരം സ്കൂട്ടർ ഇവിടെ നിൽക്കട്ടെ, പണം തിരിച്ചു തരുമ്പോ സ്കൂട്ടർ എടുത്തോളാം. അല്ല ജോസഫേ, ഈ പാട്ട വണ്ടി തൂക്കിക്കൊടുത്താ 250 തേച്ച് കിട്ടൂലാലോ. എന്തായാലും സ്കൂട്ടറാണല്ലോ ഞമ്മളേറ്റ്. 1000 തിരക്കൊന്നുമില്ലട്ടോ, സാവധാനം തന്നാ മതി. കൊറേ ആയിട്ട് വിചാരിക്കുന്നതാണ് സ്കൂട്ടറിലൊന്ന് പോണോന്ന്. ഏതായാലും ഇനി വൈകിക്കണ്ട, ഇപ്പൊ തന്നെ തുടങ്ങിക്കളയാം സവാരി ഗിരിഗിരി. പറച്ചോന്നാണ് കുതിര വണ്ടിയോ? അല്ലോ പിടിച്ചെടുത്ത് നിക്കണില്ലല്ലോ. എടാ ജോസഫേ, ഈ ഞമ്മക്ക് പണിയെന്നോ? പറച്ചോനെ പോലീസോ? സോറി സാർ, ഞമ്മക്ക് ഒറ്റക്ക് തന്നെ ഇതിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. നിങ്ങളും കൂടി കേറിയ ആലാക്കാവും. സാറ് ഓട്ടോറിക്ഷ വിളിച്ചു പോയിക്കോളി. വെറുതെ എന്തിനാണ് തടി കേടാക്കണത്? അത് തന്നെയാ എനിക്കും ചോദിക്കാനുള്ളത്. വെറുതെ എന്തിനാ തടി കേടാക്കണേ? വിളച്ചിലെടുക്കാതെ ഇങ്ങോട്ട് ഇറങ്ങാനോ? അത് ശരി, അപ്പൊ നമ്മളെ പരിചയപ്പെടാൻ വിളിച്ചാണല്ലേ. നമ്മള് കപൂർ, കുണ്ടങ്ങൽ സ്വദേശം. നിങ്ങളെ പേരെന്താണ്? ഹെൽമെറ്റ്. ഹെൽമെറ്റോ? ഹലോ ഹെൽമെറ്റ്. സോറി നമ്മൾ കണ്ടില്ല. നിങ്ങൾ വണ്ടി തന്നെ നല്ലോണം നോക്കി. കളിയാക്കുന്നോടാ റാസ്കൽ. ഹെൽമെറ്റ് ഇല്ലാതെയാണോ സ്കൂട്ടർ ഓടിക്കുന്നത്? പഴച്ചോനെ, നിന്റെ സാറേ, ആറാം പറഞ്ഞ ജോസഫ് സ്കൂട്ടർ മാത്രമേ തന്നുള്ളൂ, ഹെൽമെറ്റ് തന്നില്ല. 2 ഓപ്ഷൻ ഉണ്ട്. 500 രൂപ ഫൈൻ വേണോ അതോ 2 ദിവസം തടവ് വേണോ? അത് ശരി, ഇത്രേ ഉള്ളൂ. പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഞമ്മക്ക് 500 രൂപ തന്നാ മതി സാറേ, ഞമ്മള് കാപ്പി.